എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ IC7432വിൻ്റെ പിൻ വിശദാംശങ്ങൾ, പിൻ നമ്പറുകൾ എങ്ങനെ തിരിച്ചറിയാം, ബ്രെഡ് ബോർഡിൽ IC എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. ഈ സെഷൻ്റെ തുടർച്ചയായി OR ഗേറ്റുകൾ ഉപയോഗിച്ച് 422 എൻകോഡറിൽ കണക്ഷനുകൾ ഉണ്ടാക്കാനും നൽകിയിരിക്കുന്ന ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കാനും നമ്മൾ പോകും. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിനൊപ്പം വന്ന യൂസർ മാനുവൽ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ റെഫർ ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ഒരു കൂട്ടം ടോഗിൾ സ്വിച്ചുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പാനൽ തിരയുക. ഡിജിറ്റൽ സിസ്റ്റങ്ങളിൽ ബൈനറി മൂല്യങ്ങളെ പ്രതിനിധീകരിക്കാൻ ടോഗിൾ സ്വിച്ചുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. ഓരോ സ്വിച്ചും ഒരു ബൈനറി നമ്പറിലെ ഒരു സ്പെസിഫിക് ബിറ്റായി കണക്കാക്കുക. ഉദാഹരണത്തിന്, ഒരു 4-ബിറ്റ് ബൈനറി സിസ്റ്റത്തിൽ നിങ്ങൾക്ക് 4 ടോഗിൾ സ്വിച്ചുകൾ ഉണ്ടായിരിക്കാം. ഓരോന്നും ഒരു ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സാധാരണയായി ഡിജിറ്റൽ ട്രെയിനർ കിറ്റുകളിൽ ലോജിക് 0 ഓഫ് എന്നും ലോജിക് 1 ഓൺ എന്നും സൂചിപ്പിക്കുന്നതിന് ടോഗിൾ സ്വിച്ചുകളുടെ ഔട്ട്പുട്ടുമായി LED ഇൻഡിക്കേറ്ററുകൾ കണക്ട് ചെയ്യാം. ഒരു ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ വിവിധ ഡിജിറ്റൽ സർക്യൂട്ടുകളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വിഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഔട്ട്പുട്ട് LEDകൾ സാധാരണയായി ഉപയോഗിക്കുന്നു. ഈ LEDകൾ ഉപഭോക്താക്കളെ അവർ വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളുടെ പെരുമാറ്റം മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് വിഷ്വൽ ഇൻഡിക്കേറ്ററുകളായി പ്രവർത്തിക്കുന്നു. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ടോഗിൾ സ്വിച്ചുകളിൽ ഏതെങ്കിലും 4 ടോഗിൾ സ്വിച്ചുകൾ ഇൻപുട്ടായി തിരഞ്ഞെടുത്ത് അവയ്ക്ക് S1, S2, S3, S4 എന്ന് പേരിടുക. OR ഗേറ്റുകൾ ഉപയോഗിക്കുന്ന 422 എൻകോഡറിൽ സ്വിച്ച് S1 ഇൻപുട്ടുമായി കണക്ട് ചെയ്യാറില്ല, കാരണം 2 ഔട്ട്പുട്ടുകളും അതിനെ ആശ്രയിക്കുന്നില്ല. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടോഗിൾ സ്വിച്ച് S2വിനെ OR ഗേറ്റ് IC74LS32വിൻ്റെ പിൻ 1ലേക്കും S3 പിൻ 4ലേക്കും S4 പിൻ 5ലേക്കും കണക്ട് ചെയ്യുക. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ IC74LS32വിൻ്റെ OR ഗേറ്റിലെ പിൻ 2ഉം 5ഉം പരസ്പരം കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ഔട്ട്പുട്ടുകളിൽ ഏതെങ്കിലും 2 LED ഔട്ട്പുട്ടുകൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് A1, A0 എന്ന് പേരിടുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ഔട്ട്പുട്ട് LED A1ലേക്ക് പിൻ 6ഉം ഔട്ട്പുട്ട് LED A0യിലേക്ക് പിൻ 3ഉം യഥാക്രമം കണക്ട് ചെയ്യുക. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഔട്ട്പുട്ടിന്റെ പരിശോധന. ടോഗിൾ സ്വിച്ച് S1 ഇൻപുട്ട് Y0 ആയും S2 ഇൻപുട്ട് Y1 ആയും S3നെ ഇൻപുട്ട് Y2 ആയും S4നെ ഇൻപുട്ട് Y3 ആയും ഉപയോഗിക്കുക. 5V DC സപ്ലൈ ഓണാക്കുക. ടാബുലേഷനിൽ കാണിച്ചിരിക്കുന്നത് പോലെ 5V പൊസിഷനിലോ 0 വോൾട്ട് ഗ്രൗണ്ട് പൊസിഷനിലോ വ്യത്യസ്ത ലോജിക് ലെവലുകൾക്കായി മാത്രം S2, S3, S4 സ്വിച്ച് പ്രവർത്തിപ്പിക്കുക. ഓരോ കോമ്പിനേഷനിലെയും LEDകളുടെ സ്റ്റേറ്റസ് നിരീക്ഷിച്ച് നിങ്ങളുടെ ഒബ്സർവേഷനുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. .422 എൻകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ടേബിളുകളിലെ റീഡിങ്ങുകൾ പരിശോധിക്കുക. ഇൻപുട്സ് S1 Y0, S2 Y1, S3 Y2,
S4, Y3. Outputs A1 and A0. Inputs 1, 0, 0, 0. Outputs 0, 0, 0. Inputs 0, 1, 0, 0. Outputs 0, 1. Inputs 0, 0, 1, 0. Outputs 1, 0. Inputs 0, 0, 0, 1. Outputs 1, 1. OR ഗേറ്റ് ഉപയോഗിച്ച് 4-to-2 എൻകോഡർ നിർമ്മിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ട്രൂത്ത് ടേബിൾ പരിശോധിക്കുകയും ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. 4-to-2 എൻകോഡറിൻ്റെ നിർമ്മാണവും പരീക്ഷണവും എന്ന ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.